വി എസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുകയാണ്. വി എസ്, നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കുക തന്നെ ചെയ്യും എന്ന് അവർ ഉച്ചത്തിൽ പറയുകയാണ്. വി എസ് അവരെ കൈയുയർത്തി അഭിവാദ്യം ചെയ്യുന്ന ആ ചിത്രം അതുതന്നെയാണ് ഓരോ കേരളീയൻ്റെ മനസ്സിലും ഇപ്പോഴും തെളിഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നത്. വി എസ് എന്ന രണ്ടക്ഷരം കേരളത്തെ പഠിപ്പിച്ച നിരവധി അക്ഷരങ്ങളുണ്ട്. അത് മതനിരപേക്ഷതയുടെ, ബഹുസ്വരതയുടെ വിവിധ തലങ്ങളിലുള്ള അക്ഷരങ്ങളാണ്. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വി എസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക്, അവസാനത്തെ പൊതുദർശന സ്ഥലത്തേക്ക് അനേകായിരങ്ങൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ആലപ്പുഴയുടെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വി എസ് അവസാനമായി എത്തിച്ചേർന്നിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നേരത്തെ തന്നെ വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ പാർട്ടി ജില്ലാ കമ്മിറ്റി വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മഴ നനയാതെ വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഉള്ള ക്രമീകരണങ്ങളാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി 8ഉം 10ഉം ഇരട്ടി പുറത്താണ് ആളുകൾ. സങ്കടക്കടൽ ഉള്ളിലൊതുക്കി തോരാമഴയിൽ അങ്ങനെ നിൽക്കുകയാണ് വി എസിൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട ജനങ്ങൾ. വി എസ്, നിങ്ങൾ മികച്ച സാരഥിയും സഖാവുമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. വി എസ് ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വി എസിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിനായി അവിടേക്ക് ഇറക്കും. പാർട്ടിയുടെ സമന്വിതരായ നേതാക്കളടക്കം ആ പൊതുദർശന വേദിയിൽ, റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഒത്തുചേർന്നിട്ടുണ്ട്. വി എസ് എന്ന സമരനായകനെ കേരളം എങ്ങനെയാണ് നെഞ്ചേറ്റിയതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടതാണ്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ 3:20 മിനിഞ്ഞാന്ന് 3:20 അന്ത്യശ്വാസം വലിച്ച വി എസ്, ആ വി എസിന് ആശുപത്രിക്ക് മുന്നിൽ, പിന്നീട് AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ, അതിന് പിന്നാലെ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ, അതിനു മുൻപ് വി എസിൻ്റെ തിരുവനന്തപുരത്തെ വസതിയിൽ, പിന്നീട് വഴിയോരങ്ങളിൽ കാത്തുനിന്ന ആ ജനത ഉറക്കെ പറയുന്നുണ്ട്, വി എസ് നിങ്ങളെങ്ങും പോയിട്ടില്ല, ഞങ്ങളുടെ നെഞ്ചകങ്ങളിൽ തന്നെയുണ്ട് ഒരു ചുവന്ന റോസാപ്പൂവായി. തുടിക്കുകയാണ് 100 പൂക്കൾ, അനേകായിരം ഹൃദയങ്ങൾ വി എസ് നിങ്ങൾക്കായി. വി എസ് ഇപ്പോൾ അന്ത്യയാത്ര നൽകുന്നതിനായി അനേകായിരങ്ങൾ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. വൻ ജനസഞ്ചയമാണ്. പെരുമഴയാണ് ആലപ്പുഴയിൽ. ആ പെരുമഴയെ വകവയ്ക്കാതെയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന്, തലശ്ശേരിയിൽ നിന്ന്, വടകരയിൽ നിന്ന്, കാസർഗോട്ട് നിന്ന്, ചേലക്കരയിൽ നിന്ന്, ചാലക്കുടിയിൽ നിന്ന്, ഇരിങ്ങാലക്കുടയിൽ നിന്ന്, റാന്നിയിൽ നിന്ന്, പത്തനംതിട്ടയിൽ നിന്ന് അനേകായിരങ്ങളാണ് കഴിഞ്ഞ ദിവസം മുതൽ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഒരു മാത്ര വി എസിനെ അന്ത്യമായി, അവസാനമായി ഒരു നോക്ക് കാണുക. അതിനായി തടിച്ചുകൂടിയ ആ പുരുഷാരം, ആ ജനസഞ്ചയം, ആ പാർട്ടി സഖാക്കൾ, സുഹൃത്തുക്കൾ അവരവിടെ നിൽക്കുകയാണ്. വി എസിൻ്റെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തേക്കിറക്കും. ആലപ്പുഴയിലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആർ നാസർ അടക്കമുള്ളവരാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ അനുഗമിക്കുന്നത്. അവിടെ വലിയ തരത്തിലുള്ള ഒരു ആൾക്കൂട്ടം, ഒരു ജനസഞ്ചയം തന്നെയാണ് അവിടെയുള്ളത്. വി എസിനെ ഒരു മാത്ര അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിച്ചേർന്ന അവർ തന്നെയാണ് ഈ കേരളത്തിൻ്റെ, ഭാവി കേരളത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. വി എസ് തൻ്റെ ചരിത്രത്തിനൊപ്പം, തൻ്റെ ജീവചരിത്രത്തിനൊപ്പം, തൻ്റെ ജീവിതത്തിനൊപ്പം കേരളത്തെ കൊണ്ടുപോയ അപൂർവങ്ങളിൽ ഒരാളായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. വി എസ് 1923 ജനിച്ച വി എസ് 2020
25-ൽ മരിച്ച 102-ാം വയസ്സിൽ മരിച്ച വി എസ്. ഈ കാലഘട്ടത്തിനിടയിൽ വി എസിൻ്റെ മുദ്ര പതിപ്പിക്കാത്ത ഒരു സാമൂഹ്യ രാഷ്ട്രീയ ചലനവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. വി എസ് പകർന്നു തന്ന പാഠങ്ങളിലൂടെ മുന്നോട്ടു പോകുന്ന കരുത്തുറ്റ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനം നേതൃത്വം നൽകുന്ന കേരളത്തിലെ LDF സർക്കാർ, രണ്ടാം LDF സർക്കാർ, മൂന്നാം LDF സർക്കാരിലേക്ക് പോകുമ്പോൾ ആ പാർട്ടിക്ക്, ആ മുന്നണിക്ക് കരുത്താകുന്നത് വി എസ് പകർന്നു നൽകിയ പാഠങ്ങൾ തന്നെയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി 12 വർഷം പ്രവർത്തിച്ച വി എസ് പാർട്ടി വെല്ലുവിളികളെ നേരിട്ട പല ഘട്ടങ്ങളിലും യാതൊരു തരത്തിൽ അപഭ്രംശത്തിനും ഇടവരുത്താതെ, ഒരു ചാഞ്ചല്യങ്ങൾക്കും ഇടവരുത്താതെ ആ പാർട്ടിയെ മുന്നോട്ട് നയിച്ച വി എസ്, ആ വി എസ് നൽകിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഈ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മാർക്സിസം ലെനിനിസത്തിൽ ഊന്നിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലി, അതിൻ്റെ സംഘടനാ ശൈലി, അതിൻ്റെ സംഘടനാ ശരീരം ഇത്രമേൽ കരുത്തുറ്റതാക്കി മാറ്റിയതിൽ വി എസിൻ്റെ പങ്ക് ചെറുതല്ല. വി എസും ഒപ്പമുള്ള സഖാക്കളും ചേർന്ന് പടുത്തുയർത്തിയ ആ പ്രസ്ഥാനമാണ് കേരളത്തിൻ്റെ ആകെ മുഖച്ഛായ മാറ്റിയത്. അനാചാര കേരളത്തെ, ദുരാചാര കേരളത്തെ പുരോഗമന കേരളമാക്കിയും നവോത്ഥാന കേരളമാക്കിയും മാറ്റിയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് 1964-ൽ രൂപീകൃതമായ CPIM-ൻ്റെ ആദ്യ 32 പേരിൽ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന് ആദ്യ CPIM പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ച ആദ്യ 32 പേരിലെ അവസാനക്കാരനായ വി എസും വിടവാങ്ങുമ്പോഴും ആ പാർട്ടിക്ക് വല്ലാത്ത ഒരു നഷ്ടമാണ്, അപരിഹാര്യമായ നഷ്ടം തന്നെയാണ്. 8.5 പതിറ്റാണ്ടോളം പൊതുപ്രവർത്തന രംഗത്ത്, അതും ജീവിച്ചത് ഉടനീളം അടിമുടി കമ്മ്യൂണിസ്റ്റുകാരനായി. കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ആയിരിക്കണമെന്ന്, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എങ്ങനെ ആയിരിക്കണമെന്ന്, ഒരു കമ്മ്യൂണിസ്റ്റ് പ്രതിപക്ഷ നേതാവ് എങ്ങനെ ആയിരിക്കണമെന്ന്, കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു MLA എങ്ങനെ ആയിരിക്കണമെന്ന് കേരളത്തെ പഠിപ്പിച്ച വി എസ് ആണ് ഇതായിപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക്, അവസാനമായി ആലപ്പുഴയുടെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയത്തിനകം വി എസിൻ്റെ മൃതദേഹം റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശന വേദിയിലേക്ക് കൊണ്ടുവരും. അവിടെ അനേകായിരങ്ങൾ CPIM എന്ന് പറയുന്ന കരുത്തുറ്റ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ, പാർട്ടി പ്രവർത്തകർ, അത് വിവിധ ജില്ലകളിലുള്ളവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയുള്ള ഒരു വിടവാങ്ങലാണ് വി എസിന് നൽകാൻ പോവുക. റെഡ് വോളണ്ടിയർമാർ അവിടെ വി എസിന് അന്ത്യ അഭിവാദ്യം അർപ്പിക്കാൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വി എസിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ പുറത്തേക്കിറക്കും. ആലപ്പുഴയിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 ദിവസം കേരളം കണ്ടത്, കേരളം കേട്ടത്, കേരളം ചർച്ച ചെയ്തത്, കേരളം ചരിത്രത്തെ ഓർമ്മിച്ചത് വി എസിലൂടെയാണ്. കേരളത്തിൻ്റെ ചരിത്രം രൂപപ്പെട്ടത് വി എസ് എന്ന ആ അസാമാന്യധീരനായ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നേതൃത്വത്തിൽ കൂടിയായിരുന്നു. വല്ലാത്ത പ്രതിസന്ധികൾ നേരിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാകുന്ന കാലങ്ങളിൽ നേരിട്ട ആ പ്രതിസന്ധി, കമ്മ്യൂണിസ്റ്റുകാരെ ബ്രിട്ടീഷ് പട്ടാളം വേട്ടയാടിയിരുന്ന കാലഘട്ടം, പിന്നീട് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടം, കേരളത്തിലെ കോൺഗ്രസ് ഭരണകൂടം വേട്ടയാടിയിരുന്ന കാലഘട്ടം, അവിടങ്ങളിലൊക്കെ കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്ക് കരുത്തായി മുന്നിൽ തന്നെ നിന്ന വി എസ് അച്യുതാനന്ദൻ, വി എസ് വിടവാങ്ങുകയാണ്. വി എസിൻ്റെ മൃതദേഹം ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരികയാണ്. മുദ്രാവാക്യം വിളികൾ, സങ്കടക്കടൽ തന്നെയാണ് അവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യൻ്റെ മനസ്സിലുമുള്ളത്. വി എസ് അന്ത്യയാത്രയ്ക്കായി, അന്ത്യ അഭിവാദ്യം ഏറ്റുവാങ്ങാനായി റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക്. വി എസ് അച്യുതാനന്ദൻ എന്ന ധീരനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്
ഒരു ദശകമിവിടെ ഇതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ. ഒരു ദശകമിവിടെ ഇതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ. നിറയെ ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തന്നുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തന്നുദ്രകൾ.